അമാൻ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോഴികളുടെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. അവർക്ക് കൊടുക്കുന്ന തീറ്റയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്കും വലിയ കോഴികൾക്കൊക്കെ തീറ്റയൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനും എങ്ങനെയൊക്കെ കൊടുക്കണമെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു വീഡിയോ ആണ്. ഈ രീതിയിൽ നമ്മൾ തീറ്റയൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് എവിടേക്കെങ്കിലും പോണ സമയത്തൊക്കെ സൗകര്യമായിട്ട് ആക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാനും വേറെ ആരെയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനൊക്കെ ഏൽപ്പിച്ച് പോകാനൊക്കെ സൗകര്യമാണ്. ഇതിപ്പോൾ നമ്മൾ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം കൊടുക്കണ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഈ രീതിയിലാണ് കൊടുക്കുക. ഇതിൽ അരിയുണ്ട്, ഗോതമ്പും ഉണ്ട്, സ്റ്റാർട്ടറും ഉണ്ട്. അതിൽ ഗോതമ്പാണ് കുറവെടുത്തിട്ടുള്ളത്. സ്റ്റാർട്ടറും അരി ഒരേ രീതിയിലും അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ ഗോതമ്പ് നമ്മൾ അധികം കുറച്ച് കൊടുക്കണതാണ് നല്ലത്. പിന്നെ കുതിർത്തി കൊടുക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. അതുപോലെ അതിൻ്റെ വലിയ കോഴികൾക്ക് 1 മാസം കഴിഞ്ഞ കോഴികൾക്ക് കൊടുക്കണതാണ്. അതിൽ നമ്മൾ അരിയുണ്ട്, ഗോതമ്പുണ്ട്, അതുപോലെ ഗ്രോവറും ഉണ്ട്. ഗ്രോവർ വാങ്ങിക്കൊടുത്താൽ മതി. 1 മാസമൊക്കെ കഴിഞ്ഞ് നമ്മൾ കൂട്ടിലിട്ട് വളർത്തുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ. പുറത്തോട്ട് വിടുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പിന്നെ നമ്മൾ ഗ്രോവറൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചെതലും പുഴുവൊക്കെ അവർ നന്നായിട്ട് കഴിക്കണോണ്ട് പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം പിന്നെ ഇപ്പോൾ ഈ കീരിയുടെയൊക്കെ ശല്യം കാരണം നമുക്ക് 2 മാസം വരെ ഒന്നും പുറത്തേക്കൊന്നും വിടാൻ തന്നെ പറ്റില്ല. 2-3 മാസം അത്യാവശ്യം വലിപ്പം വെച്ചിട്ടേ പുറത്തേക്ക് തന്നെ വിടാൻ പറ്റുള്ളൂ. പിന്നെ വിരിഞ്ഞിറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് 2 ആഴ്ച വരെയൊക്കെ നമ്മൾ സ്റ്റാർട്ടർ തന്നെ കൊടുക്കുക. അരിയൊക്കെ കൊടുക്കണ കൂട്ടത്തിൽ എന്തായാലും സ്റ്റാർട്ടറും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിലാണ് അവർ പെട്ടെന്ന് വലുതാവാനൊക്കെ നല്ലത്. സ്റ്റാർട്ടർ തന്നെ 2 ആഴ്ച വരെയും കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരിയും ഗോതമ്പും ഒക്കെ മിക്സ് ചെയ്തുങ്ങാണ്ട് കയ്യിലോട്ടൊക്കെ ഉൾപ്പെടുത്തി കൊടുക്കുക. പിന്നെ അതുപോലെ നമ്മൾ രാവിലത്തെ എന്തെങ്കിലുമൊക്കെ പിന്നെ പുതിയതായിട്ടുള്ള ഉണ്ടാക്കിയ പലഹാരങ്ങളൊക്കെ 2 ആഴ്ച കഴിഞ്ഞാൽ അതൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കാം. അതുപോലെ 1 മാസമൊക്കെ ആയാൽ തന്നെ ചോറും കൊടുക്കാം. പിന്നെ 2 ആഴ്ച ആയാൽ തന്നെ ഞാൻ ചോറൊക്കെ ചെറിയ തോതിലൊക്കെ അവർക്ക് കൊടുക്കണ ഇതിൽ കൂടെയൊക്കെ ലേശമൊക്കെ ഇട്ട് കൊടുക്കലുണ്ട്. അതുകൊണ്ടൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഴയതും ഇതൊക്കെ കൊടുത്താലേ കുഴപ്പമുള്ളൂ. ഇതിപ്പോൾ വലിയ കോഴികൾക്കൊക്കെ ഉള്ള തീറ്റയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുള്ളത് അത് ഗോതമ്പാണ്. ഇത് നമ്മൾ കുതിർത്തിയിട്ടൊക്കെ കൊടുക്കൽ. അതുപോലെ പൊടിച്ചിട്ടും കൊടുക്കും. പിന്നെ അത് മുട്ടത്തൊണ്ടൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ കൊടുക്കണ തീറ്റയിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ അതിൽ കാൽസ്യത്തിൻ്റെ കുറവും അങ്ങനെ മുട്ടടാത്ത പ്രശ്നമൊന്നും കോഴികൾക്കൊക്കെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ ഇത് ചോളത്തവിടാണ്. ചോളത്തവിട് കണ്ടിട്ട് വാങ്ങാൻ കിട്ടുന്ന ഒരു ചോളത്തിൻ്റെയൊക്കെ ഒരു ഉമിയായിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് ഇതിൽ എന്നും ചോറ് കൊടുക്കുമ്പോൾ അതിൽ കൂടെ കുറച്ചിതും കൂടി ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. പിന്നെ അരിയാണെങ്കിലും ഗോതമ്പൊക്കെ ആണെങ്കിൽ കുതിർത്തിയിട്ടും അതുപോലെ ഗോതമ്പൊക്കെ മുളപ്പിച്ചിട്ടും ആ രീതിയിലൊക്കെ കൊടുക്കുക. അപ്പോൾ ഇന്ന് രാവിലെ കൊടുക്കണത് ഇപ്പോൾ ഇതുപോലെ ഗോതമ്പൊക്കെ വെള്ളത്തിലിട്ട് മുളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ ഈ രീതിയിലാണ് കൊടുക്കണത്. അപ്പോൾ നമുക്ക് കുറച്ച് പെടക്കോഴികളൊക്കെ അധികം ഉണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ മുളപ്പിച്ചിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ലതാണ്. പെട്ടെന്ന് മുട്ടയിടാനും നല്ല വളർച്ച ഉണ്ടാവാനും മുട്ടയിടുന്ന കോഴികൾക്കൊക്കെ നല്ല ആരോഗ്യം ഉണ്ടാവാനൊക്കെ നല്ലതാണ്. അപ്പോൾ നമ്മൾ 1 ദിവസമൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടും കൊടുക്കുക. പിന്നെ ബാക്കിയുള്ളതാണ് ഊറ്റി അതിൻ്റെ വെള്ളം ഒഴിവാക്കി വെച്ചാൽ പിന്നെ അത് മുളച്ചിട്ട് ആ രീതിയിലും വരും. ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ ഇപ്പോൾ 3 ആഴ്ച 1 മാസം ആയതുകൊണ്ട് 3 ആഴ്ച ആയ കുഞ്ഞുങ്ങളുമുണ്ട്. രണ്ടും കൂടി ഒരുമിച്ചിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവർക്ക് അരി പൊടിച്ചതും ഗോതമ്പ് പൊടിച്ചതും അതുപോലെ സ്റ്റാർട്ടറും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് രാവിലത്തെ എന്തെങ്കിലും പലഹാരങ്ങൾ പുട്ടോ ദോശ അങ്ങനെയൊക്കെ കോഴികൾക്ക് കഴിക്കാൻ പറ്റുന്ന എന്താണെങ്കിലും അതും കൂടി ഇതിൽ കൂടെ അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് തീറ്റ കുറച്ച് കൊടുത്താലും മതി. അപ്പോൾ സ്റ്റാർട്ടറൊക്കെ കുറച്ച് കുറവാകും ചെയ്യും. അതിൻ്റെ കൂടെ അത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അവർ പെട്ടെന്ന് വലുതാവാനൊക്കെ നല്ലതാണ്. അത് പഴയതാവരുത് എന്നുള്ള നമ്മൾ പുതിയത് ഉണ്ടാക്കിയത് അപ്പോൾ ഉള്ളത് എടുത്തുങ്ങാണ്ട് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുക. പിന്നെ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് ഗ്രോവറും ഗോതമ്പും അതേപോലെ അരിയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കുന്നത്. അത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ കോഴികളായിരുന്നു. അപ്പോൾ അവരൊന്ന് ഉഷാറാവാൻ വേണ്ടിയിട്ട് ഗ്രോവറൊക്കെ വാങ്ങിക്കൊടുത്തായിരുന്നു. അവർ കൂട്ടിലിട്ട് വളർത്തിയിരുന്നതായിരുന്നു. അപ്പോൾ നമുക്കും തന്നെ കുറച്ച് ദിവസമൊക്കെ കീരിയൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടൊന്ന് കൂട്ടിലൊക്കെ ഇട്ട് വളർത്തിയിരുന്നതാണ്. ഇപ്പോൾ പുറത്തോട്ടൊക്കെ വിടലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ നമ്മൾ കൊടുക്കണ മറ്റുള്ള ഇതൊക്കെ തന്നെ അവർക്ക് കൊടുത്താൽ മതി. കാരണം അവർ പുറത്തിറങ്ങിയിട്ട് തന്നെ എല്ലാതും ചിക്കിച്ചനക്കിയൊക്കെ കഴിക്കണമല്ലേ. അപ്പോൾ അവർക്ക് ചോറും അതിനോട് കൂടിയിട്ട് കുറച്ച് ഗോതമ്പോ അതേപോലെ ചോളത്തവിടൊക്കെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ പുണ്ണാക്ക് അങ്ങനെ എന്താ നമ്മൾ കൊടുക്കണമെങ്കിൽ അത് കൊടുത്താൽ മതി. പിന്നെ അവർക്ക് ഗ്രോവറൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ കൂട്ടിലൊക്കെ ഇട്ട് വളർത്തുന്ന കോഴികൾക്കാണെങ്കിൽ അതും കൂടിയൊക്കെ ഉൾപ്പെടുത്തിയിട്ടൊക്കെ കൊടുക്കുക. അപ്പോൾ ഇവരൊക്കെ നന്നായിട്ട് ഗോതമ്പൊക്കെ കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്കൊന്നും പ്രത്യേകിച്ച് അങ്ങനെ വേറൊരു തീറ്റയൊന്നും വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഗോതമ്പൊക്കെ നമുക്ക് കുറച്ച് കിട്ടിയാൽ തന്നെ അത് കുതിർത്തിയിട്ട് അങ്ങനെ കൊടുക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ടാവും ചെയ്യും. അതേമാതിരി കുഞ്ഞുങ്ങൾക്കും തന്നെ നമ്മളൊന്ന് വെള്ളത്തിലിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ രീതിയിലും കൊടുക്കുക. പൊടിച്ചതാണെങ്കിലും കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെച്ചിട്ട് അങ്ങനെ കൊടുത്താൽ അതും കോഴികൾക്ക് ഇഷ്ടം തന്നെയാണ് കഴിക്കാനൊക്കെ.
പിന്നെ ഇപ്പോൾ ഇത് മാത്രമൊന്നുമല്ല, നമ്മൾ ഇലകളും അതിൻ്റെ ഇടയിൽ അതുപോലെ അസോള കൊടുക്കും, പുഴുണ്ടാക്കിയിട്ട് അത് കൊടുക്കും. അതൊക്കെ ഇപ്പോൾ ഇടനേരങ്ങൾക്ക് അതൊക്കെ ആയിട്ട് തന്നെ കൊടുക്കുക. 2 നേരമേ ഭക്ഷണം കൊടുക്കുകയുള്ളൂ. ഒരു നേരത്ത് അങ്ങനെയും കൊടുക്കും. വൈകുന്നേരം ആകുമ്പോൾ ഉച്ച കഴിഞ്ഞൊരു 3 മണിയൊക്കെ ആകുമ്പോൾ അടുത്ത തീറ്റ കൊടുക്കുകയും ചെയ്യുക. പിന്നെ അതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ പുറത്ത് വിടുന്നതുകൊണ്ട് അവരങ്ങനെ ഇലയൊക്കെ അങ്ങനെ കഴിക്കും. അല്ലാത്തുമ്പോൾ കുറച്ച് നമ്മൾ കെട്ടി വെച്ച് കൊടുക്കും. ഇതിപ്പോൾ 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങളാണ്. ഇവരും തന്നെ നമ്മൾ തീറ്റയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പുറത്തോട്ട് നമ്മൾ കമ്പി കൂട്, ചെറിയൊരു കൂട് പുറത്തേക്കുള്ള കൂടുണ്ട്, അതിലോട്ട് മാറ്റും. അപ്പോൾ അവർക്ക് അവിടെ നിന്ന് വെയിൽ കൊള്ളാനും അതേമാതിരി മണ്ണിലൊക്കെ ഒന്ന് ചിക്കി ചെനക്കാനൊക്കെ സൗകര്യത്തിന് വേണ്ടി അവർ അങ്ങോട്ട് മാറ്റി കൊടുക്കും. രാവിലെ ഒന്ന് താഴത്തോട്ട് വെച്ച് കൊടുക്കണമാണ് അവരെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരൊക്കെ താഴത്തോട്ട് തന്നെ ഇറങ്ങി ഒക്കെ കഴിക്കുകയും ചെയ്തു. ഇപ്പോൾ 2 ആഴ്ച ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരിങ്ങനെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കണോണ്ട് തന്നെ അവർക്കെല്ലാം ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യും. പിന്നെ അവരെ പുറത്തോട്ട് മാറ്റിയിട്ട് ആ കൂട്ടിലോട്ടാണ് മാറ്റിയത്. പിന്നെ അവിടെ ചിക്കിച്ചെനക്കി അങ്ങനെ നിൽക്കുകയും ചെയ്യും. പിന്നെ അവർ രാവിലത്തെ തീറ്റ കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അസോളം ഇട്ട് കൊടുക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇലകൾ കൊടുത്തിട്ട് അവർക്ക് അവിടെ കൂട്ടിൽ കെട്ടി വെച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അതങ്ങനെ കൊത്തി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഇരിക്കും നമ്മൾ പിന്നെ കൂട്ടിൽ പേപ്പറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആദ്യം ഇപ്പോൾ 2 ആഴ്ച വരെയൊക്കെ പേപ്പറൊക്കെ ഒന്ന് വിരിച്ചു കൊടുക്കേണ്ടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈർച്ചപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനി അതിൽ പേപ്പറൊന്നും വിരിക്കണില്ല. ഇനി അതിലോട്ടൊക്കെ ഈർച്ചപ്പൊടിയൊക്കെ മാറ്റിയിട്ടാണ് അവർ കോഴികളൊക്കെ ഇനി മുതലൊക്കെ അതിൽ കയറ്റി കൊടുക്കുള്ളൂ. 2 ആഴ്ച വരെയൊക്കെ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ഈർച്ചപ്പൊടി ഇട്ട് കൊടുത്താൽ പിന്നെ അവരെ ഭക്ഷണത്തോടൊക്കെ അവർ കഴിക്കുമ്പോൾ കയ്യിലൊക്കെ ഉൾപ്പെട്ട് ഉള്ളിലോട്ടൊക്കെ പോകും. അപ്പോൾ അതിന് ആദ്യമൊക്കെ നമ്മൾ പേപ്പറോ കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലുമൊക്കെ വിരിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഉച്ചക്ക് ഇതുപോലെയാണ് കൊടുക്കുക. അതല്ലെങ്കിൽ രാവിലെ അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ ഉച്ചക്ക് ഏതെങ്കിലും ഒരു നേരം ചോറും ഒരു നേരം മറ്റേ ആദ്യം കാണിച്ചതൊക്കെ അങ്ങനെയും കൊടുക്കും. അപ്പോൾ ഇത് ചോറിൽ നമ്മൾ മുരിങ്ങയില നന്നായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളതാണ്. കാരണം മുരിങ്ങയില അവർക്ക് നമ്മൾ കൂട്ടിലൊന്നും കെട്ടി വെച്ച് കൊടുത്താൽ അവർ അത് കഴിക്കുക തന്നെ ഇല്ല. ഇതുപോലെ നമ്മൾ ചോറിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഇഷ്ടം പോലെ ഉള്ളത് മുരിങ്ങയാണ്. മറ്റേ ചായ മനസ്സിലയിലൊക്കെ ഒക്കെ കുറേയൊക്കെ നശിച്ച് പോയിട്ടുമുണ്ട്. അപ്പോൾ ഈ പിന്നെ വെയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇലകളൊക്കെ കുറേയൊക്കെ കുറവാകുമല്ലോ. അപ്പോൾ നമുക്ക് നല്ലത് ഏറ്റവും അസോളം ഉണ്ടാക്കി വെച്ചാൽ അത് നമുക്കങ്ങനെ എപ്പോഴും കിട്ടും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഒരു നേരമൊക്കെ അസോളം ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇലകൾ ചോറ് കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കും. ഇവർക്കൊന്നും ഇപ്പോൾ ചോറ് ഇല കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ കൊത്തി പെറുക്കി പുറത്തൊക്കെ പോയി ഇലയൊക്കെ കഴിക്കണത് തന്നെയാണ്. എന്നാലും അവർക്ക് മുരിങ്ങയിലൊന്നും ഇപ്പോൾ അവർ കൊത്തി കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചോറിലൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ട് കൊടുക്കണതാണ്. പിന്നെ ചെറിയ കുഞ്ഞുങ്ങൾക്കും തന്നെ അവർ കൊടുക്കണ സ്റ്റാർട്ടർ കൂടെ അരിഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കും. അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കോഴികൾക്കെല്ലാം ഒരു പ്രതിരോധശേഷി കിട്ടുകയും ചെയ്യും. അവർക്ക് എപ്പോഴും അങ്ങനെ തൂങ്ങി നിൽക്കണേ അങ്ങനത്തെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കോഴികൾക്ക് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ വിറ്റാമിൻ മരുന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇവിടെ വിറ്റാമിൻ മരുന്നൊക്കെ അധികം ഇവർക്ക് വേറെ മരുന്ന് കൊടുക്കുമ്പോഴും അതുപോലെ എന്തെങ്കിലുമൊക്കെ ക്ഷീണമുള്ള കോഴികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. അങ്ങനെ അല്ലാതെ നമ്മളെപ്പോഴും പിന്നെ വിറ്റാമിൻ മരുന്നൊന്നും വാങ്ങി കൊടുക്കാറൊന്നുമില്ല. ഇപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ഇതുപോലെ ഒരു നേരം ചോറ് കൊടുക്കും. അതിൽ ഇതേപോലെ ഇലകളൊക്കെ ചോറും ഉണ്ട്, അതുപോലെ സ്റ്റാർട്ടറും ഉണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അതിലോട്ടും ഇതുപോലെ പിന്നെ മുരിങ്ങയില അരിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ളത്. അതല്ലെങ്കിൽ അസോളം കൊടുക്കും, അതല്ലെങ്കിൽ ചായ മനസ്സയുടെ ഇല എടുക്കും, അല്ലെങ്കിൽ എന്താണ് നമുക്കിപ്പോൾ ഉള്ളതെങ്കിൽ ആ ഇലകളൊന്ന് ഉൾപ്പെടുത്തിയിട്ട് തന്നെ കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവർക്ക് നമുക്ക് വല്ലാതെ മരുന്നൊന്നും വാങ്ങി കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെ വരില്ല. അപ്പോൾ ഇവരൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം വച്ചിട്ടുണ്ട്. ഇതിലിപ്പോൾ 3 ആഴ്ച ആയവരും 1 മാസമായിട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് വലുതായി നമുക്ക് കുറേ കോഴികളൊക്കെ ആവാൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് നിർത്തിയിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ കൊടുക്കണില്ല എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ പലരും നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് വലുതായി നമുക്ക് കുറച്ച് അധികം കോഴികളൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ ഒന്ന് നിർത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ആര് ചോദിക്കുമ്പോഴൊന്നും ഇപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നത്. കാരണം ആദ്യം നമ്മൾ കുറേയൊക്കെ അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ മുൻപൊക്കെ കുറച്ച് കോഴികളൊക്കെ കൊടുത്തുകൊണ്ട് നമ്മൾ കോഴികളൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒന്ന് വലുതായാലേ നമുക്ക് ഒരുപാട് കോഴികളൊക്കെ ആവുള്ളൂ. അപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞാൽ തന്നെ അത് ചോറൊക്കെ കൊടുക്കുമായിരിക്കും. നമ്മളൊക്കെ ഉള്ളിലോട്ടൊക്കെ കയറുന്ന സമയത്ത് തന്നെ ഈ ഇത്ര പോകുന്ന കീരികളൊക്കെ പിടിക്കണ ഈ പ്രായത്തിലുള്ളവരൊക്കെ കയറ്റും. വലിയവരല്ലാത്തവരൊക്കെ കൂട്ടിലൊക്കെ കയറി ഭക്ഷണം കൊടുത്ത് അവരൻ കയറി കഴിഞ്ഞാൽ നമുക്ക് അടച്ച് പോന്നാൽ പിന്നെ വൈകുന്നേരത്ത് കൂട്ടിൽ കയറിയതിൻ്റെ ശേഷമാണ് പിന്നെ അടക്കുള്ളൂ വലിയ കോഴികൾ. പിന്നീട് ഇവർക്കൊന്നും കൊടുക്കൊന്നുമില്ല. ചെറിയവർക്കും അതിൻ്റെ മേലുള്ള കോഴികൾക്കൊന്നും കൊടുക്കില്ല. പിന്നെ വലിയ കോഴികളും തന്നെ പിന്നെ അവർ കൂട്ടിൽ കയറുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഉച്ചയുടെ നേരത്തൊക്കെ ഒന്ന് കയറ്റിയില്ലെങ്കിൽ പിന്നെ കീരിയുടെ ശല്യവും അതേപോലെ നായയും കീരിയും പരുന്തൊക്കെ വരിക. ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മളൊക്കെ ഒന്ന് ഉള്ളിൽ ഒതുങ്ങി നിൽക്കണ നേരത്ത് തന്നെയാണ് അവരും വരിക.
അതുകൊണ്ട് തന്നെ അവരൊക്കെ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയാകുമ്പോഴത്തേനൊക്കെ തിരിച്ച് കയറ്റി ആക്കിയാൽ പിന്നെ ആ പ്രശ്നം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് തന്നെ എണ്ണം കുറഞ്ഞിട്ടുണ്ടാകും പുറത്തൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ കൂട്ടിലോട്ട് തന്നെ നന്നായിട്ട് മണ്ണിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പിന്നെ ബാക്കിയുള്ള സമയത്തൊക്കെ അവർ ആ മണ്ണിൽ ചിക്കിച്ചനക്കിയിട്ടൊക്കെ അങ്ങനെ നിന്നോളും. അങ്ങനെ കൊത്തും തല്ലും കൂടുമൊന്നും ചെയ്യൂല. പിന്നെ ഇലകളൊന്നും നമ്മളിങ്ങനെ കൊടുക്കണില്ലെങ്കിൽ കുറച്ച് കൂട്ടിൽ തോനെ കെട്ടി വെച്ച് കൊടുത്താൽ മതി. പിന്നെ പുഴുവും ചതലൊക്കെ കിട്ടുന്നത് അതും അവരെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. ബാക്കിയുള്ള സമയത്തൊക്കെ അവരങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ പുറത്തോട്ട് വിട്ടാൽ പിന്നീട് അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ പണി തന്നെയാണ്. പിന്നെ തിരിച്ച് നമുക്കൊക്കെ കൂട്ടിലോട്ട് തന്നെ തിരിച്ച് കയറ്റും വേണം. എന്നാലും അവർക്ക് നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് വിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് വെയിൽ കൊള്ളാനും അതുപോലെ മണ്ണിലൊക്കെ ഒന്ന് ചിക്കി ചെനക്കാനൊക്കെ സൗകര്യമാണ്. രാത്രിയൊക്കെ ഇപ്പോൾ ഇതുപോലൊക്കെ കയറി ഇങ്ങനെ ഇരിക്കും വരിയായിട്ട്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ പലക വെച്ച് കൊടുത്താൽ അവർ മേലെ തന്നെ കയറിയിരിക്കും. ഇതിപ്പോൾ ആ കാലൊടിഞ്ഞൊരു കോഴിയുണ്ട്. അതിന് മേലോട്ടൊന്നും കയറാൻ വയ്യാത്തതുകൊണ്ട് അതിനങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനും തന്നെ അവിടെ കയറിയിരിക്കണം. ഇവരെ കൂടെ മേലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ കൂട്ടിലൊക്കെ ഉള്ള കോഴികളാണ്. അവർക്കും തന്നെ മുകളിലും ഇതുപോലെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ്ട് അവർക്ക് ഒന്നും കച്ചറൊന്നും മേലെ ആവും ചെയ്യൂല. നല്ല രീതിയിൽ ഇരിക്കാനും സൗകര്യമാണ്. പിന്നെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇതിലെ തള്ളനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണതാണ്. അപ്പോൾ പിന്നെ അവർ തള്ളയും മക്കളുമായിട്ട് അങ്ങനെ 15 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അതിലുള്ളത്. അപ്പോൾ വൈകുന്നേരത്തെ അതിൽ കയറ്റി കൊടുക്കണതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.